നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിലെ അലൈനിൽ നിന്ന് പുറത്തു വരുന്ന ഏറെ സങ്കടകരമായ ഒരു വാർത്തയിലാണ്. അലൈനിൽ നിന്ന് അവധി ആഘോഷിക്കാൻ ദുബായിൽ എത്തി മടങ്ങുമ്പോൾ മലയാളികൾക്ക് നേരെ വാഹനം പാഞ്ഞു കയറി ഒരാൾ മരിച്ചു എന്നുള്ള വാർത്തയാണ്. 3 പേർക്കാണ് ഈ ഇതിൽ പരിക്കേറ്റിരിക്കുന്നത്. 3 പേരുടെയും പരിക്ക് ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കായംകുളം സ്വദേശി ബാബുവിൻ്റെ മകൻ രാജേഷ് കണ്ണൻ എന്ന് വിളിക്കുന്ന രാജേഷാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. മാവേലിക്കര സ്വദേശി മനു എ തോമസ്, അനുരാജ്, സിബി എന്നിവരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നാണ് ഇപ്പോൾ ദുബായ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ദുബായിലെ റാഷിദ് ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവധി ആഘോഷിക്കാനെത്തിയ യുവാക്കളാണ് ഇപ്പോൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ മരിക്കുകയും ചെയ്തു. ഏറെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണത്. ശനിയാഴ്ച പുലർച്ചെ 2-ന് ദുബായ് അലൈൻ റോഡിലാണ് അപകടം ഉണ്ടായത്. റോഡിന് കുറുകെ വാൻ ഓടിയതിനെ തുടർന്ന് ഒരു വാഹനം അപകടത്തിൽപ്പെടുകയും ഇത് നോക്കാൻ തങ്ങളുടെ കാർ നിർത്തിച്ചെന്ന കണ്ണനും മറ്റ് 3 പേർക്കും നേരെ മറ്റൊരു വാഹനം പാഞ്ഞു കയറുകയുമായിരുന്നു. അപകടത്തിൽ ദൃക്സാക്ഷികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെയുള്ള ആ സാഹചര്യ തെളിവുകൾ വച്ചിട്ടാണ് ഈ ഒരു നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നത്. ഒരു മാൻ കുറുകെ ചാടിയത് തന്നെയാണ് അപകട കാരണമെന്ന് എന്തായാലും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റേതായ ഒരു സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അപകട സ്ഥലത്തെത്തിയ പോലീസുകാർ ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം. വാഹനം ഇടിച്ച് കയറ്റിയ ആളുടെ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് മാനാണ് കുറുകെ ചാടിയതെന്നും ഉള്ള ഒരു നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു. അലൈനിലെ ഒരു സ്വകാര്യ കെട്ടിട നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരാണ് മരിച്ചുപോയ 4 പേരും. വിനു എ തോമസിൻ്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ 3 പേരിലും വിനു എ തോമസിൻ്റെ നില തന്നെയാണ് ഏറ്റവും ഗുരുതരമായി തുടരുന്നത്. മറ്റ് 2 പേരുടെയും സ്ഥിതിവിവരങ്ങൾ ഉടൻ തന്നെ അറിയിക്കാം എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. എന്തായാലും ബന്ധുക്കൾ വലിയ സങ്കടത്തിലാണ്. കാരണം അവധി ആഘോഷിക്കാനെത്തിയവരാണ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ്. അവരുടെ 3 പേരുടെയും കുടുംബവും ഏറെ സങ്കടത്തിലാണ്. അലൈനിൽ നിന്ന് അവധി ആഘോഷിക്കാൻ ദുബായിലെത്തി മടങ്ങുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.